പള്ളി പരിപാലനം ചെയ്യുന്നത് വളരെ നിസ്സാരമായ, ഞങ്ങൾക്കൊരു കൂലിയും കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾ ശമ്പളമൊന്നും പറ്റുന്നില്ലല്ലോ, ഞങ്ങൾ കിഴങ്ങ് നട്ട് ശമ്പളമെടുത്തോളാം, ഞങ്ങൾ റബ്ബർ നട്ട് ശമ്പളമെടുത്തോളാം, നമ്മൾ വേണ്ടത് വെച്ചുകൊണ്ട് ശമ്പളമെടുത്തോളാം എന്ന് പറഞ്ഞ് പരിപാലനം നടത്തുന്ന ചിലവരെ കാണാം. ഹജ്ജ് ചെയ്യവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, ദാനധർമ്മം ചെയ്യുന്നവരുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവർ തിന്നുന്നത് പള്ളിയിൽ വിളവെടുത്തിട്ടാണ്, പള്ളിയുടെ കിഴങ്ങ് കൊണ്ടുപോയി വിളവെടുത്തിട്ടാണ്. ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. വല്ല ഗൗരവേറിയ വിഷയമാ സുഹൃത്തുക്കളെ. ക്യാൻസറിന് വേണ്ട പിന്തുണ ഇതുകൊണ്ട് ഹസനാത്തൊക്കെയും തുലയുന്നു. നീ വെറുപ്പായി പാപ്പരായി എന്നേ ദിനം കരയുന്നു. ഒരു മുഅ്മിനായവനോ ഫലം ഉപദേശം എന്നല്ലയോ റബ്ബിൻ്റെ ഖുർആൻ വാക്യം. അന്യൻ്റെ വീട്ടിൽ കേറി മീൻ തിന്നതാ, നായോട് വേദമോദിയാൽ കുരയെന്ന, പള്ളിക്ക് വഖഫാക്കുന്ന മുതൽ ഇന്ന് അഭിമാനമാഞ്ഞെളിയുന്നതാ ചിലരിന്ന്. റബ്ബിൻ്റെ മുമ്പിൽ പറയണം ഇതിനുത്തരം, വരുമെന്നോർമ്മയില്ലേ അഹ്വാലത്തരം. ഇത് എൻ്റെ കൈവശമായെന്ന ന്യായവും ഒരന്യൻ്റെ പെണ്ണിലും ചേർക്കുമോ ഈ മായം. ഖബറിൽ കിടക്കുന്നുരുകുന്ന കാലം പ്രേരണ നൽകുന്നതാ സ്റ്റേ ചെയ്യുമെന്നാ ധാരണ. ഈസബിന് മറിയം പണ്ടൊരാളിനെ ഖബറിൽ നിന്ന് ഹയാത്താക്കിയിട്ട് ചോദിച്ചന്ത്യമിൽ, നീ ആരായെന്താ നിന്റെ സ്ഥിതി ഈ ഭവനമിൽ? അപ്പോൾ അയാൾ പറയുന്നു കാര്യം വിശദമിൽ, ഞാൻ ചുമടെടുത്തതാ തങ്ങളെ കഴിയുന്നത്, വിറകിൻ്റെ കെട്ടാനറിയും ചുമക്കുന്നത്. ഒരു ദിവസമിൽ ഒരു കെട്ട് ഞാൻ ചുമന്നതായി, അതിൽ നിന്നൊരു അല്പമെടുത്തു പല്ലിൽ കുത്തലായി. ഉടമസ്ഥനുള്ള പൊരുത്തം നോക്കാത്തതായി, അതുകൊണ്ടാണ് നിന്റെ ഹിസാബെന്നും ദുഃഖമായി. ഇതുപോലെ പലതും ഉണ്ട് ഇനിയും പറയുവാൻ. യാ റബ്ബന, ഇതുപോലുള്ള ഹുക്കുമുകൾ നശിപ്പിച്ചിടാതെ നീ കാക്കണേ അഅ്മാലുകൾ. തിരുസയ്യിദുൽ കൗനൈനി ഗുണമെന്നും നൽകണ്ട റബ്ബേ അലസ്ഹാബിനും